രാജ്യസുരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ള വ്യാജ വാർത്തകൾ ആര് കൊടുത്താലും അത് വളരെ വലിയ തോതിൽ തെറ്റ് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അടിയന്തരമായിട്ടുള്ള നടപടികൾ അതിനെതിരെ എടുക്കുന്നതും അങ്ങനെ വ്യാജ വാർത്തകൾ കൊടുക്കുന്ന ചാനലുകൾ ഏതായാലും ആ ചാനൽ അപ്പോൾ തന്നെ ബാൻ ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നതും. അങ്ങനെ കൊടുക്കുന്ന ചാനലുകൾ തേടിപ്പിടിച്ച് തന്നെയാണ് ഇപ്പോൾ നീക്കം ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. അതിൽ ഒന്നാണ് മാത്യു സാമുവലിൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ നീക്കം ചെയ്തിരിക്കുന്നത്. തന്നെ ദേശസുരക്ഷയ്ക്ക് ഭീഷണിയായതുകൊണ്ട് തന്നെയാണ് മാത്യു സാമുവലിൻ്റെ യൂട്യൂബ് ചാനലിനെ ഇപ്പോൾ വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ 5 യുദ്ധവിമാനങ്ങൾ തകർന്നു വീണു എന്ന തലക്കെട്ടിലായിരുന്നു മാത്യു സാമുവൽ വീഡിയോ ചെയ്തത്. ഓപ്പറേഷൻ സിന്ദൂരിന്റെ പശ്ചാത്തലത്തിൽ ചെയ്ത വീഡിയോ ആണ്. ഇന്ത്യയുടെ 5 യുദ്ധവിമാനങ്ങൾ തകർന്നു വീണു എന്ന വ്യാജ വാർത്തയായിരുന്നു മാത്യു സാമുവൽ കൊടുത്തിരുന്നത്. സൈന്യത്തെയും സൈനിക നടപടികളെയും കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുക എന്ന ഉദ്ദേശത്തോടെയും അതുവഴി ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും കോട്ടം തട്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വീഡിയോ ചെയ്തിരിക്കുന്നത് എന്ന രീതിയിലും മാത്യു സാമുവലിനെതിരെ പരാതികൾ പോയിട്ടുണ്ടായിരുന്നു. ഇതിനെതിരെ ഏതായാലും കേന്ദ്ര സർക്കാർ കടുത്ത നടപടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. ചാനൽ തന്നെ നീക്കം ചെയ്യുന്ന തരത്തിൽ, അതായത് ഇന്ത്യയിൽ ആ ചാനൽ കാണാൻ പറ്റില്ല. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഉത്തരവ് പ്രകാരം തന്നെയാണ് യൂട്യൂബ് അങ്ങനെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് തന്നെ. ഇത് മാത്യു സാമുവൽ എന്ന ചാനലിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമല്ല. നമുക്കറിയാം, ഈ ഒരു സാഹചര്യത്തിൽ പലതരത്തിലുള്ള വാർത്തകൾ പല രീതിയിൽ വരുന്നുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു ചാനലിൻ്റെ പേരാണ് മീഡിയ വൺ എന്ന് പറയുന്ന ചാനൽ. കാരണം അവർ കൊടുക്കുന്ന മിക്ക വാർത്തകളും കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന വാർത്തകളും അതോടൊപ്പം തന്നെ വ്യാജ വാർത്തകളും പല തോതിൽ അന്തിച്ചർച്ച എന്ന പേരിൽ പലതരത്തിൽ അടുപ്പുകൂട്ടി പച്ചക്കള്ളങ്ങൾ വിളിച്ചു പറയുന്ന മനഃപൂർവ്വം കുത്തിത്തിരിപ്പുകൾ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു ചാനൽ. ഈ ചാനലിന് ഇതിനു മുന്നേയും വിലക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് തന്നെയാണ്. മീഡിയ വൺ എന്ന ചാനലിന് ഇതിനു മുന്നും വ്യാജ വാർത്തകൾ കൊടുത്തു എന്ന പേരിൽ ബാൻ കിട്ടിയ ഒരു ചാനൽ തന്നെയാണ് മീഡിയ വൺ. എന്നിട്ട് അവർക്ക് സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നു. അതിനുശേഷവും പലതരത്തിൽ ഈ ചാനലിലൂടെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നു എന്ന തരത്തിൽ പലരും ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്തായാലും മാത്യു സാമുവലിന്റെ ചാനൽ പൂട്ടിക്കെട്ടിയ പോലെ അടുത്തത് ഇനി മീഡിയ വണ്ണിലേക്ക് തന്നെ ആയിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം വ്യാജ വാർത്തകൾ കൊടുക്കാൻ മീഡിയ വണ്ണും ഒട്ടും പുറകിലല്ല എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും മീഡിയ വണ്ണിനും പൂട്ട് വീഴുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. കേന്ദ്രം രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. കാരണം ഇതുപോലുള്ള ആവശ്യമില്ലാത്ത, അതായത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ള വ്യാജ വാർത്തകൾ കൊടുക്കുന്ന ചാനൽ ഏതായാലും അതിനെ പൂട്ടിക്കെട്ടുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് കേന്ദ്രത്തിന് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ മീഡിയ വൺ ഏറെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനിയും കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന വാർത്തകൾ, വ്യാജ വാർത്തകൾ കൊടുക്കുന്നതിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ അടുത്ത പൂട്ട് വീഴാൻ പോകുന്നത് മീഡിയ വണ്ണിന് തന്നെയായിരിക്കുമെന്ന കാര്യം ഉറപ്പാണ്.